അത് എന്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്? കോൺഗ്രസിൻ്റെ 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിന് 59 വിമോചന സമരം നടത്തിയിട്ടാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുണ്ട്, നെഹ്റു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒഴിവാക്കിയത്. ഏത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്? അമേരിക്കൻ CIA പണം വാങ്ങിയിട്ടാണ് ആ സമരം ശക്തിപ്പെടുത്തിയത് എന്ന് വയലാർ രവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ട് ടാറ്റയെയും ബിർളയെയും വളർത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അദാനിയെയും അംബാനിയെയും വളർത്താനാണ് ഇപ്പോഴും BJP ശ്രമിക്കുന്നത്. രാജ്യത്തെ സമ്പത്തിൻ്റെ 20% സമ്പത്ത് 5 ആളുടെ കയ്യിലാണ്. ഇത് നിങ്ങളുടെ ഭരണകൂടം കൈകാര്യം ചെയ്ത് നിങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ്, ഇപ്പോൾ ഉണ്ടായതല്ല. 80% സമ്പത്ത് യഥാർത്ഥത്തിൽ ഒരു 10% കയ്യിലാണ് ഇന്ത്യയിലുള്ളത്. 50% ജനങ്ങൾക്ക് അവരുടെ കയ്യിലുള്ളത് 3%. നിങ്ങളെന്ത് വലതുപക്ഷ? വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തെ വലതുപക്ഷമാണ് കോൺഗ്രസ്. കോൺഗ്രസും അതെ, BJPയും അതെ, ഒരേ വർഗത്തിൻ്റെ നിലപാട് സ്വീകരിക്കുന്നവരാണ്. നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം മുഴുവൻ അതാണ്. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കരുണാകരനാണ് പറഞ്ഞത് ഉൽപ്പാദനക്ഷമതയില്ല, കൊടുക്കാൻ പാടില്ല, പാവങ്ങളോട് പരിഹാസിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത സാമ്പത്തിക ശക്തികൾക്ക്, കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയും ഭൂപ്രഭുക്കൾക്ക് വേണ്ടിയും സാമ്രാജ്യത്വ ഫിനാൻസിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ രീതിയിലുള്ള സമ്പന്നർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ചരിത്രത്തിൽ കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം. നെഹ്റു ഉള്ളപ്പോഴും അതെ, ഇപ്പോഴും അതെ. അതിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ് BJP. ഒരേ വർഗ നിലപാടാണ്. ഭരണവർഗം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും ചേർന്നതാണ്. അല്ലാണ്ട് ഭരണം നടത്തുന്ന പാർട്ടി എന്ന രീതിയിൽ മാത്രമേ, റൂളിംഗ് പാർട്ടി എന്ന രീതിയിൽ മാത്രമേ BJPയെ വേർതിരിക്കേണ്ടിയുള്ളൂ. രണ്ടും ഒരേ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന, ഒരേ വർഗ ഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 2 പാർട്ടികളാണ് ഭരണവർഗ പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നത്. അതാണ് കോൺഗ്രസും BJPയും. അതിനെതിരായിട്ട് പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ. അതിന് പകരം വാചകം കൊണ്ട് ഇടതുപക്ഷമാവില്ല. വാചകം പറഞ്ഞ് ഇടതുപക്ഷമാവാനാണ് ഇപ്പോൾ VD സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ രചന, അദ്ദേഹം എഴുതിയിട്ടുള്ള 2 പ്രമുഖമായ ഗ്രന്ഥങ്ങളുണ്ട്. അത് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പേ എഴുതിയതാണ്. 2 പുസ്തകം എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യയെ കണ്ടെത്തലാണ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തൊക്കെ അതിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ചരിത്രാവലോകനം. ആ 2 പുസ്തകമുണ്ട്. ആ 2 പുസ്തകവും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ പ്രയോഗമായ ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം രചിച്ചതാണ്. അതിപ്പോൾ എത്ര കോൺഗ്രസ്സുകാർക്ക് അറിയാൻ നമുക്കറിയില്ല. ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിശ്വചരിത്രാവലോകനവും അതുപോലെ തന്നെ ഇന്ത്യയെ കണ്ടെത്തലും. ആ 2 പുസ്തകവും എല്ലാ രചനകളും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് ധാരയെ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടതുപക്ഷ ആശയം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ VD സതീശൻ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ VD സതീശനും ഇവിടെ ഇന്ന് അതിനെ പിൻപറ്റി നടക്കുന്നു എന്ന് പറയുന്നവരും നെഹ്റുവിസത്തെ പറ്റി പഠിക്കുന്നേ ഇല്ല, മനസ്സിലാക്കുന്നേ ഇല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ പ്രയോഗിക്കുന്നുമില്ല. പൂർണ്ണമായിട്ടും കുത്ത മുതലാളിമാർക്കും ഭൂപ്രഭുത്വന്മാർക്കും സാമ്രാജ്യത്വ സാമ്പത്തിക ഫിനാൻസ് മൂലധനത്തിനും വേണ്ടിയിട്ട് ഉള്ള വർക്ക് നടത്തുന്നവരാണ് അവർ. ഇവിടുത്തെ വലതുപക്ഷമാണ് CPM എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് ഗവൺമെൻറ് DA അവകാശമല്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അന്നും ഇന്നും ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു അഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു കാര്യം വെച്ചിട്ടല്ല. വർഗപരമായ നിലപാട് DA തൊഴിലാളി വർഗത്തിൻ്റെ അവകാശം തന്നെയാണ്. അത് അന്ന് തന്നെ പറഞ്ഞാൽ, ഞാൻ തന്നെ പറഞ്ഞാണ് ആ എഫിഡവിറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴും. അതും ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങളുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷവും VD സതീശൻ കളവല്ല ദിവസം പറയണമല്ലോ, ഓരോ ദിവസവും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന CPIM ഈ DA കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ വലതുപക്ഷ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ഒരേ നിലപാടാണ്, DA കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് വ്യക്തമായി ഇപ്പോൾ തന്നെ കൊടുത്തല്ലോ, 3% ഇപ്പം കൊടുത്തു, ഇനി 10% വീണ്ടും കൊടുക്കാൻ പോവാണ്. അവരെല്ലാ DAയും കൊടുത്ത് തീർക്കുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അപ്പോൾ DA വേണ്ടാന്നുള്ള തീരുമാനമല്ല, DA കൊടുക്കണം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് വലതുപക്ഷത്തിൻ്റെ വക്താവായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി VD സതീശൻ കൈകാര്യം ചെയ്ത നിലപാട്. തെറ്റായ സമീപനം, കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട്.